ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചായ ഇട്ടായിരുന്നു മോളെ? ആ ഇട്ടു. എന്നാ വാ, അച്ഛന് ഞാൻ ചായ കൊടുക്കാം. എന്ത് ഇതെന്താ? ഇവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള ഡോക്യുമെന്റ്സുമായി അഡ്വക്കേറ്റ് പോറ്റി സാറിനോട് നാളെ തന്നെ വരാൻ പറയണം. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവന്തികയെ അന്വേഷിച്ചു വരുന്നവരോട് നമ്മൾ എന്തു മറുപടി പറയും? അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. നാളെ കമ്പനിയിൽ അവന്തികയ്ക്ക് പകരം ഞാൻ ചാർജ് എടുക്കും. എല്ലാവരോടും അവൾ യൂറോപ്യൻ ട്രിപ്പിന് പോയി എന്ന് പറയും. 1 മാസം അങ്ങനെ തള്ളി നീക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നോ പ്രോബ്ലം. ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എവളെ നമുക്ക് ആവശ്യമില്ല. അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. യൂറോപ്പിൽ വെച്ച് ഏതെങ്കിലും ആക്സിഡന്റിൽ മരിച്ചുവെന്ന് എല്ലാരും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. ഇവൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ പോലും പുറത്തൊരു മനുഷ്യനുണ്ടാകരുത്. ഇവൾ യൂറോപ്യൻ ട്രിപ്പിന് പോയിട്ടുള്ളതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. എന്തെങ്കിലും ആവശ്യം വന്നാലേ പിന്നീട് തെളിവുകൾ വേണമല്ലോ. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ ബോധം കെട്ട് കിടക്കുന്ന പോലെ അഭിനയിക്കുകയാവും. ഇല്ല, നല്ല മയക്കത്തില. ഇനി ഉണരുമ്പോ അടുത്ത ഡോസ് കൊടുത്തേക്കണം. വാ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. ഇനി രാത്രി വീണ്ടും വയ്യാതായി ഹോസ്പിറ്റലിൽ എങ്ങനെ പോയോ? ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ സച്ചി, ആ, ഞാൻ തന്നെ വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്താ ഡോക്ടർ? ലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രോബ്ലം? എടോ അതല്ല, ലക്ഷ്മി പോയി. ഡോക്ടർ, ലക്ഷ്മി? ഓ സോറി, താനിങ്ങനെ ഷോക്കാവണ്ട. ലക്ഷ്മി മരിച്ചുപോയി എന്നല്ല, പിന്നെ അവൾ ഇന്നലെ രാത്രി US തിരിച്ചുപോയി. പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ താ ഫോൺ എടുത്തില്ല. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? അവൾ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, ആ കുട്ടിയുടെ ഹസ്ബൻഡ് വന്നിരുന്നു എന്നെ കാണാൻ. ആര്? ഗോവിന്ദോ? ആ യെസ് ഗോവിന്ദ് തന്നെ. അയാൾ വന്ന് പറഞ്ഞ ഞാൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയത്. എനിവേ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇന്നലെ രാത്രി തന്നെ അവർ പോയി. ഓക്കെ. അവളായിരിക്കും വിളിക്കുന്നേ അല്ലേ? അതെ. ഈ രാത്രി അങ്ങോട്ട് ചെല്ലാനായിരിക്കും അല്ലേ?
അർച്ചനയോട് എല്ലാം തുറന്നു പറയണം. ലക്ഷ്മി സേഫായി ഗോവിന്ദന്റെ അരികിലെത്തി. ഇപ്പൊ തന്നെ എല്ലാം അർച്ചനയോട് പറയണം. തൊഴുതോ? എന്താ? ചായ ഇട്ടായിരുന്നു മോളെ? ആ ഇട്ടു. എന്നാ വാ, അച്ഛന് ഞാൻ ചായ കൊടുക്കാം. എന്താ? വാ. ഇതെന്താ? അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇപ്പോഴൊരു സമാധാനമായത്. സച്ചിൻ ഇതെവിടായിരുന്നു? എന്തായാലും രക്ഷപ്പെട്ടു. അർച്ചനടുത്ത് രാവിലെ നല്ല സന്തോഷത്തിലാ. ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വഴക്കം നടന്നതിന്റെ ഒരു ഭാവം പോലും ആ മുഖത്തെപ്പോഴില്ല. ആ